ഹായ്, ഞാൻ സുജിത രതീഷ്. നമുക്കിന്ന് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മഷ്റൂം മസാല ഉണ്ടാക്കാം. മഷ്റൂം മസാല ഉണ്ടാക്കാനായിട്ട് നല്ലൊരു കട്ടിയുള്ള ചീനച്ചട്ടിയിൽ ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഒരു ഉള്ളി കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ഉള്ളി നല്ലതായിട്ട് കൊത്തി അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരു 2-3 പച്ചമുളകും ചേർത്ത് നല്ല ഗോൾഡൻ ആവുന്നവരെ ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 2 ഏലയ്ക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, 1-2 ഗ്രാമ്പു എന്നിവ ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇത് നന്നായിട്ട് പച്ചമണം പോകുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നിറയെ എടുത്തിട്ടുണ്ട് ഞാൻ. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂണോ 3/4 ടേബിൾ സ്പൂണോ എരിവിനനുസരിച്ച്, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറി എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 2 തക്കാളി അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി അരച്ചത് ചേർത്ത് കൊടുത്താൽ ആ തക്കാളി നന്നായിട്ട് കുറുകി അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുന്നതുവരെ വഴറ്റിയെടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, ഒരു പച്ച ചെവയായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനിയും വഴറ്റിയെടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതൊന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ ഗരം മസാല കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് അരച്ചതാണ്. കശുവണ്ടി വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുത്താണ്. കറിക്കൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയാണിത്. ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കൊരു 250 ഗ്രാം മഷ്റൂം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ മസാലയിൽ മഷ്റൂം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പോ 1/4 കപ്പോ നിങ്ങളുടെ കറിയുടെ ഒരു ഗ്രേവിയുടെ തിക്നെസ്സിനനുസരിച്ച് 1 കപ്പ് മുതൽ 1/4 കപ്പ് വരെ വെള്ളം ചേർത്ത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മഷ്റൂം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇടത്തരം തീയിൽ ഒരു 10-12 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഓഫ് ചെയ്ത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കിതിലൊരു കടുക് വറുത്തിടാം. അതോടുകൂടി നമ്മുടെ കറി റെഡിയായി. കടുക് വറക്കാനായി ഞാനൊരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുകും വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പൊട്ടുമ്പോൾ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് നമുക്ക് കറിയിൽ ചേർക്കാം. അപ്പോൾ മഷ്റൂം കറി റെഡിയായി. ചപ്പാത്തിയുടെ കൂടെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എന്നെ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ.